നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, അമ്മ ബിപിക്കുള്ള ഗുളിക കഴിച്ചില്ലേ? ഇല്ല. എന്ത് ഗുളിക? കാത്തിരിപ്പിനൊടുവിൽ ഒരുപാട് മോഹിച്ചു പോയതാ എനിക്കൊരു പേരക്കുട്ടി. അതും എന്റെ മോന്റെ കുഞ്ഞ്. അമ്മേ, അമ്മ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഏതൊരു സ്ത്രീയുടെയും ജന്മസാഫല്യമല്ലേ അമ്മ ഇത്? നിസ്സാരമായി ശ്രേയ സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാൻ ഇറങ്ങിയപ്പോ മുതല് ഭ്രാന്ത് പിടിച്ച് ഓടിയതാ ഞാൻ. ഭ്രൂണഹത്യ ചെയ്താലും ആത്മഹത്യ ചെയ്താലും നശിച്ചു പോകുന്നത് ഒരു ജീവന്റെ നാമ്പല്ലേ? ഭൂമിയിൽ പിറക്കാനുള്ള അതിന്റെ അവകാശത്തെ അല്ലേ? അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ശ്രേയ വഴിയായാലും മരുവത്തൂരിന് കിട്ടുന്നത് ഒരു പേരക്കുട്ടി തന്നെയാ. മരുവത്തൂരിലെ കണ്ണി അറ്റു പോവാതിരിക്കാൻ അത് രൂപേഷേട്ടൻ വഴിയോ ഞാൻ വഴിയോ മാത്രം ആവണമെന്നില്ലല്ലോ. അത്ര വിശാല മനസ്സൊന്നും എനിക്കില്ല. നിനക്കറിയാം ഞാൻ എന്റെ മോനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. അവനും ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹമൊക്കെയുണ്ട്. അതൊരു അത്യാഗ്രഹമായി അവൻ വളർത്താൻ തുടങ്ങിയപ്പോഴാ ഞാൻ അതിനെ തള്ളിപ്പറഞ്ഞത്. പക്ഷേ നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ നിമിഷം മുതൽ എന്റെ മോൻ എന്ത് സ്വപ്നം കണ്ടു കാണും? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ അമ്മേ, അമ്മയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നടക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഒഴിഞ്ഞു പോവാന്ന് കരുതിയത്. ഡോക്ടർ ജെസ്സി, ഞാൻ ഒരിക്കലും അമ്മയാവില്ല എന്ന് പറഞ്ഞത് സത്യമല്ല, പവിത്രൻ സാറ് പറയിപ്പിച്ചതാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാനും അമ്മയെ പോലെ അത് വീണ്ടും ആഗ്രഹിച്ചു തുടങ്ങി. ഒരിക്കലും പൂവിടാതിരുന്നൊരു പാഴ്ചെടി വീണ്ടും തളിരിട്ട് മൊട്ടിടുമെന്ന് വന്ന വെട്ടിമുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെ വീണ്ടും വെള്ളം ഒഴിച്ചു തുടങ്ങും.